മാറി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, എൻ്റെ ഇക്കാൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പോൾ 6ാമത് വിവാഹ വാർഷികമായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, കുടുംബക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് എല്ലാവരെയും വിളിച്ച് ബിരിയാണിയൊക്കെ വെച്ച് കഴിക്കുക, അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തു കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇക്കാക്കൊരു സർപ്രൈസായിട്ട് ഗിഫ്റ്റൊന്നുമല്ല, ഒരു സർപ്രൈസൊക്കെ ഒന്ന് ചെയ്യണം എന്ന് കരുതിയിട്ട് അങ്ങനെ ഓരോ ഡെക്കറേഷൻ വർക്ക് ചെയ്തതാണ് കേട്ടോ. അത് ഇക്ക അറിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങളിത് ചെയ്യുന്നതും പിടിക്കുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ ചെയ്തതിന് ശേഷം എന്താ വേണ്ടത്, അതാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. എന്തായാലും എനിക്ക് സന്തോഷമായി, ഐ ആം ഹാപ്പി കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അതിൻ്റെ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇക്ക വരുമ്പോൾ ഇക്കാനെ ഒന്ന് നെട്ടിപ്പിക്കണം, ഒരു രീതിക്ക് ചെയ്ത് കൂട്ടിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇക്കാൻ്റെ ബ്രദറിൻ്റെ വൈഫും അതേപോലെ ഇക്കാൻ്റെ സിസ്റ്ററും എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് തന്നത് നിശാന്താത്തേന് കേട്ടോ, അതായത് മൂത്തച്ചി. അവരാണ് എനിക്ക് ഡെക്കറേറ്റിംഗ് വർക്കൊക്കെ ചെയ്ത് കൂടുതൽ ഹെൽപ്പാക്കി തന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇക്കാനെ ഒന്ന് നെട്ടിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്താണ് കേട്ടോ. എൻ്റെ മോന് അണ്ണൻ്റെ മോള് ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഷെകുട്ടി കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സൊക്കെ നോക്കിയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ വന്നിട്ട് ഫുഡ് ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു, അതേപോലെ ചിക്കൻ്റെ ഗ്രേവി ആയിരുന്നു കേട്ടോ. പിന്നെ കേക്കുമാണ് നമ്മൾ ഓർഡർ ആക്കിയിരുന്നത്. അപ്പോൾ പായസമൊന്നും വെച്ചില്ല, കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ഉമ്മയാണ് ബിരിയാണിയൊക്കെ വെക്കുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക വരാൻ നേരമായി. അപ്പോൾ ഇക്ക വന്നപ്പോൾ ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറി വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇക്ക വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതെന്താണ് ഇത്, എവിടെ നിന്നാണെന്നൊക്കെ. അപ്പോൾ ഇത് എവിടെ നിന്നാണ്, ഇത് ആര് സെറ്റാക്കി എന്നൊക്കെയാണ് കേട്ടോ ആൾ കണ്ടിട്ട് ചിരിച്ചിട്ടൊക്കെ ചോദിച്ചത്. അപ്പം ഞാനിങ്ങനെ മേടിച്ച് ഞാൻ സെറ്റാക്കിയതാണ്. അപ്പോൾ പറഞ്ഞില്ല പറഞ്ഞപ്പോൾ പിന്നെ സർപ്രൈസ് കൊടുക്കണ കാര്യം നമ്മൾ നേരത്തെ പറയുമോ. അങ്ങനെ അതാ ചോറൊക്കെ ഉമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് പോയി ഇളക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അപ്പം ഉമ്മ അവിടെ അടുക്കളയിൽ നിൽക്കണ നേരത്തെ ഞങ്ങൾ റൂം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ നിന്നതുകൊണ്ട് ചോറ് വയ്ക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ സാധിച്ചില്ല കേട്ടോ. അപ്പോൾ അതാ അടിപൊളി റാവുത്തർ ബിരിയാണിയാണ് ഇവിടെ ഞങ്ങൾ വെച്ചത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവരെ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. ഒന്നാമത് എനിക്ക് എടുക്കാൻ മറന്നു. പിന്നെ അവർ വന്നപ്പോൾ ഫുഡ് കൊടുക്കാനും പിടിക്കാനൊക്കെ നിന്നപ്പോൾ സത്യത്തിൽ മറന്നുപോയി. അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, അതേപോലെ ചിക്കൻ്റെ കറിയും പിന്നെ നമ്മുടെ സലാഡും കൂടിയാണ് കേട്ടോ നമ്മൾ വെച്ചത്. പിന്നെ അതൊക്കെ എല്ലാവരും കഴിച്ചു. ഞാൻ കഴിക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഒന്നാമത് എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് എടുക്കാൻ സാധിച്ചില്ല. പിന്നെ അങ്ങനെ കേക്ക് മുറിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക.